ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകപുച്ഛാമൃതം ധർമ്മസമൂഢചേതക ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗീതയിലെ 14-ാം അധ്യായം ഗുണത്രയ ഭാഗയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 6-ാമത്തെ ശ്ലോകം, തത്ര സത്വം നിർമ്മലത്വാൽ പ്രകാശകനാമയം സുഖസംഖ്യേന ബന്ധനാദി ജ്ഞാനസംഖ്യേന ജാനക. അല്ലയോ പാപരഹിതനായ അർജുന, ഈ ത്രിഗുണങ്ങളിൽ നിർമ്മലത്വം ഹേതുവായി പ്രകാശിക്കുന്നതും നിർദോഷവുമായ സത്വഗുണം സുഖസംഘം കൊണ്ട് ജ്ഞാനസംഘം കൊണ്ടും ജീവാത്മാവിനെ ബന്ധിക്കുന്നു. സത്വഗുണം നിർമ്മലമാണെങ്കിലും ഞാൻ സുഖി, ഞാൻ ജ്ഞാനി എന്നിങ്ങനെയുള്ള അഭിമാനം ജനിപ്പിച്ച് ജീവാത്മാവിനെ സുഖത്തോടും ജ്ഞാനത്തോടും ബന്ധിക്കുന്നത് പോലെ തോന്നിക്കുന്നു. സത്വഗുണത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. ഈ ഗുണങ്ങളെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ തന്നെ പാപരാഹിത്യം വരണം എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ ഭഗവാൻ അർജുനെ പാപരഹിതനായ അർജുന എന്ന് പറയുന്നത്. ഇപ്പൊ മായയെ ജയിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ മായ എന്താണെന്ന് അറിയണമെങ്കിൽ തന്നെ നമ്മൾ പാപരാഹിത്യം വരണം എന്നർത്ഥം. ആ പാപരാഹിത്യം വരുമ്പോഴേ നമുക്ക് ഈ ഗുണത്രയത്തെ പറ്റി യഥാവിധി വേണ്ട വിധത്തിൽ നമ്മുടെ സ്വഭാവത്തിലും പ്രകൃതിയിലും എങ്ങനെയൊക്കെയാണ് അത് വർത്തിക്കുന്നത്, അത് എന്തൊക്കെയാണ് നമ്മുടെ സ്വഭാവത്തിൽ പ്രഭാവം ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് ഏകദേശമെങ്കിലും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പാപരാഹിത്യം വരണം. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ മായയെ ജയിക്കാൻ സാധ്യമല്ല. മായയെ ജയിക്കണം എന്നുണ്ടെങ്കിൽ മായ എന്താണെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് മായാസ്വരൂപമായിട്ടാണ് നമുക്ക് അവിദ്യാദി ദോഷങ്ങളെ ഉണ്ടാക്കുന്ന സത്വരജ തമോ ഗുണങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ പ്രകടമാക്കുന്നത്. ഇത് സത്വഗുണത്തിൽ തന്നെയുള്ള ദോഷങ്ങളെ പറയുകയാണ്. അത് നിർമ്മലമാണ്. പക്ഷേ ത്രിഗുണങ്ങളിൽ ഏറ്റവും നിർമ്മലത്വമുള്ളതും ഏത് വിഷയത്തിലും സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് സത്വഗുണ സ്വഭാവം കൊണ്ടില്ലേ, പ്രഭാവം കൊണ്ടാണ്. അപ്പം പ്രകാശിക്കുന്നതാണ് നിർദോഷമായ സത്വഗുണം. പ്രത്യേകിച്ച് ഒരു ദോഷവും പറയാനില്ല എങ്കിൽ തന്നെയും നിർമ്മലമാണ്, പ്രകാശമയമാണ്. അത് ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതാണ്, ജ്ഞാനസംഘം ഉണ്ടാക്കും. ജീവാത്മാവിനെ സുഖം കൊണ്ടും ജ്ഞാനസംഘം കൊണ്ടും ജീവാത്മാവിനെ ബന്ധിക്കുന്ന ഒരു പ്രത്യേകത ഈ സത്വഗുണ സ്വഭാവത്തിനുണ്ട്, സത്വഗുണത്തിന് ഉണ്ടെന്നർത്ഥം. സത്വഗുണം നിർമ്മലമാണെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന സാത്വിക അഹങ്കാരം നമ്മളിൽ പ്രകടമാണ്. ഞാൻ സുഖിയാണ്, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ എല്ലാം അറിയുന്നവനാണ് എന്നുള്ള ഒരു ധാരണയൊക്കെ നമുക്കുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് അഭിമാനത്തെ ജനിപ്പിച്ച് ജീവാത്മാവിനെ സുഖത്തോടും ജ്ഞാനത്തോടും ബന്ധിക്കാൻ ഇടവരും. ബന്ധിക്കുന്നത് പോലെ നമുക്ക് തോന്നിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ തോന്നൽ തന്നെ ഇത്തരത്തിലാവും. ഞാൻ ജ്ഞാനിയാണ്, പണ്ഡിതനാണ്, ഇല്ലെങ്കിൽ എനിക്കെല്ലാം അറിയുന്നവനാണ്, ഞാൻ സുഖിയാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ന്യായമായിട്ടോ അന്യായമായിട്ടോ എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ ഇച്ഛ അനുസരിച്ച് കൊണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം, അത് ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയിക്കോട്ടെ, സുഖം ഏത് തരത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ അതൊക്കെ സത്വഗുണ പ്രഭാവത്തിൽ നിന്നാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ സത്വഗുണം നിർമ്മലമാണെങ്കിലും അതിനും ചെറുതായ ചില ദോഷങ്ങളുണ്ട്. സാത്വിക അഹങ്കാരം വരും. സാത്വികമായിട്ടുള്ള സുഖം അനുഭവിക്കുമ്പോൾ ഞാൻ ഇത് നിത്യമായിട്ട് തുടരണം, ഇല്ലേ എനിക്ക് ഈ സുഖം നിത്യമായിട്ട് കിട്ടണം എന്നുള്ളൊക്കെ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകും. അപ്പൊ അതിൽ നിന്നും ദുരഭിമാനമൊക്കെ ഉണ്ടാകാം. അപ്പൊ സാത്വികതയിൽ തന്നെ വർത്തിക്കുന്നവർക്ക്, ഇപ്പൊ ഇന്ദ്രനെയൊക്കെ ശ്രദ്ധിച്ചറിയാം, ഇന്ദ്രന്റെയൊക്കെ കഥകൾ വായിച്ചറിയാം. ആ സാത്വികമായ സുഖം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ദേവന്മാരുടെ ഇന്ദ്രനെ, ഈശ്വരനായിട്ട് നിൽക്കുന്ന, ഇല്ലേ ദേവേന്ദ്രനായിട്ടിരിക്കുന്ന ഒരാൾക്ക് പോലും ഈ സുഖലോലുപതയിൽ രമിച്ച് നടക്കുമ്പോൾ ആസുരി വർത്തികളായിട്ടുള്ള ഇല്ലെങ്കിൽ അസുരന്മാർ വന്ന് ആക്രമിച്ച് സ്വർഗത്തെ വരെ കീഴടക്കുന്നൊക്കെ അറിയാം. അപ്പൊ അമിതമാകുന്നത് എന്തും നമുക്ക് ദോഷം ചെയ്യും, അത് നാശത്തിലേക്ക് നയിക്കും എന്നൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കാൻ നാരദർ അവിടെ എത്തി പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ
അത് എപ്പോഴാണ് പാലിക്കപ്പെടാതെ വരുന്നത്? അത് നിയന്ത്രണമില്ലാതെ വരുമ്പോൾ, ആത്മനിയന്ത്രണമില്ലാതെ വരുന്ന സമയത്തൊക്കെ അവർക്ക് നാശം സംഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കഥകളിൽ. അപ്പോൾ നമ്മളിൽ തന്നെ സാത്വിക ഗുണം, ഇത് സത്സംഗത്തിലൂടെ ഇപ്പൊ ശാസ്ത്രമൊക്കെ പഠിച്ച് ഇതൊക്കെ പഠിച്ചിട്ട് ഗീതയൊക്കെ പഠിച്ചിട്ടായിരിക്കണത്. ഇല്ലെങ്കിൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. ഈ സാത്വിക ഈശ്വരീയ കർമ്മങ്ങളിൽ പോലും സാത്വിക ഗുണത്തെ ഉണ്ടാക്കി ഭക്തരായിട്ട് മാറുന്നവർക്ക് പോലും സാത്വിക അഹങ്കാരം ദോഷം ചെയ്യുന്നർത്ഥം. അതാണ് അവിദ്യാദി ദോഷങ്ങൾ പറഞ്ഞാൽ. നമുക്ക് എന്ത് നന്മയുണ്ടായാലും വേണ്ടില്ല, എന്ത് ശ്രേയസ് ഉണ്ടായാലും വേണ്ടില്ല, അതിനോടൊപ്പം പറ്റിച്ചേർന്ന് നിൽക്കുന്ന അവിദ്യാദി ദോഷങ്ങളും ഉണ്ടാകും. ഏത് സുഖം അനുഭവിക്കാൻ പുറപ്പെട്ടാലും അതിൻ്റെ മറ്റൊരു വശം, അതിന് ദോഷവും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പം നിർമ്മലമായിരിക്കുന്ന ഈ സാത്വിക ഗുണത്തിൽ നിന്നാണ് നമുക്ക് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതും ജ്ഞാനിയായിട്ട് മാറുന്നതും ഏത് തരത്തിലുള്ള സുഖം അനുഭവിക്കാനുള്ള യോഗ്യത കിട്ടുന്നു, അനായാസന് ജീവിക്കാൻ സാധിക്കുന്നതൊക്കെ സാത്വികയുടെ പ്രഭാവം കൊണ്ടാണ്, സാത്വിക സ്വഭാവത്തിൻ്റെ. പക്ഷെ അതിന് മറ്റൊരു വശമാണ്, അത് തന്നെ നമുക്ക് അഹങ്കാരമായിട്ട് മാറും. ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ അത് ചെയ്തു, ഇന്നത് ചെയ്തുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത് എന്നൊക്കെ നമ്മൾ പറയാനും അതനുസരിച്ചുകൊണ്ട് ഭാവം പ്രകടമാക്കാനും ഇടവരും എന്നുകൂടി ഇവിടെ പറയുന്നു. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗ സമുദ്ഭവം തനി ബന്ധനാദി കൗന്ദേയ കർമ്മസംഖ്യേന ദേഹിനം. ഇനി രജോ ഗുണത്തിന്റെ പ്രത്യേകത എന്താ? അർജുന, രജോ ഗുണം രാഗസ്വരൂപമാണെന്നും തൃഷ്ണയും അഥവാ കിട്ടാത്ത വസ്തുവിലുള്ള ആഗ്രഹവും സംഘവും, കിട്ടിയ വസ്തുവിലുള്ള ആസക്തിയാണ് സംഘം എന്ന് പറയുന്നത്, ജനിപ്പിക്കുന്നതുമാണ്. അത് കർമ്മസംഘം കൊണ്ട് അഥവാ കർമ്മത്തിലുള്ള തൽപരത കൊണ്ട് ദേഹിയെ ബന്ധിക്കും. തൃഷ്ണയും സംഘത്തിന് കാരണമായ രജോ ഗുണം ദേഹിയെ കർമ്മ തൽപരതയിൽ ബന്ധിക്കുന്നു. ദേഹി കർത്താവാണെങ്കിലും ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനത്തോടുകൂടി പ്രവർത്തിക്കാൻ ഇടയാകുന്നു എന്ന് സാരം. അതായത് കർമ്മകുശലത നൽകുന്നത് രജോ ഗുണമാണ്. നമുക്ക് ഉണർന്ന ജാഗ്രത ആയിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കണമേ, ചിന്തയോ വാക്കോ പ്രവൃത്തിയോ ആയിക്കോട്ടെ, അതൊക്കെ ചെയ്യാനുള്ള ഉത്സാഹത്തെ ലഭിക്കുന്നത്, കർമ്മകുശലത ലഭിക്കുന്നത് രജോ ഗുണത്തിന്റെ പ്രഭാവം കൊണ്ടാണ്. ഇനി ഈ കുശലതയ്ക്ക് കാരണമായി വരുന്നത് എന്താ? കണ്ടതിൻ്റെയോ കേട്ടതിൻ്റെയോ പിന്നാലെയോ നമുക്കതിൽ ആസക്തി ജനിക്കുക, അല്ലെങ്കിൽ ആഗ്രഹമുണ്ടാകും. ആഗ്രഹമുണ്ടായാൽ അത് ആർജിക്കാൻ വേണ്ടിയിട്ട് താല്പര്യത്തോടുകൂടി ശരീരം പോലും മറന്ന് പ്രവർത്തിക്കാനുള്ള ക്ഷമത നമുക്ക് ലഭിക്കുന്നത് ഈ രജോ ഗുണ സ്വഭാവത്തിൽ നിന്നാണ്. ഇപ്പം സത്വഗുണത്തിലാണ് ദിവസം തുടങ്ങുന്നതെന്ന് പറഞ്ഞു. പ്രഭാതത്തിൽ സൂര്യോദയം വരെയുള്ള സമയം സത്വഗുണ പ്രഭാവം കൂടി നിൽക്കും. വളരെ നിർമ്മലമാണ്, പ്രകാശമയമാണ്, പ്രകാശത്തിലേക്ക് നയിക്കുന്നതാണ്. ഇനി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ രജോ ഗുണഭാവം പ്രകടമായാൽ പക്ഷിമൃഗാദികൾ പോലും എഴുന്നേറ്റ് അവരവരുടെ കർമ്മങ്ങളിൽ അഥവാ ആഹാരം തേടി പോകുന്നതൊക്കെ നമുക്ക് കാണാം. നമ്മളാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തികൾ ചെയ്യാൻ പുറപ്പെടുന്നത് ഈ സമയത്തായിരിക്കും കൂടുതൽ. എത്രയൊക്കെ കിടന്നുറങ്ങാൻ അനുവാദം കൊടുത്താലും ഈ രജോ ഗുണ പ്രഭാവമുള്ള സമയത്ത് ലിമിറ്റ് കൂടുതൽ കിടന്നുറങ്ങാൻ പറ്റില്ല, തന്നെ ഉണരേണ്ടതായിട്ട് വരും, ഉണർന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ശരീരം പോലും മറന്ന് പ്രവർത്തിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് രജോ ഗുണത്തിൽ നിന്നാണ്. സൂര്യൻ ഉദിച്ചുയരുന്നതനുസരിച്ചുകൊണ്ട് രജോ ഗുണത്തിന്റെ പ്രഭാവം കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് പ്രകൃതിയെ നമുക്ക് എത്ര സമയം 6 മണി തൊട്ട് 12 മണി വരെ ചെയ്യാവുന്ന ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കണം. 12 മണി കഴിഞ്ഞാൽ പിന്നെ ഈ രജോ ഗുണത്തിന്റെ പ്രഭാവം കുറയും. അപ്പോൾ നമ്മൾ ആലസ്യത്തിലേക്ക് പോകും, ഇല്ലെങ്കിൽ മയക്കത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എത്ര ഉറങ്ങില്ല എന്ന് പറഞ്ഞാലും ബലം പിടിച്ചിരിക്കുന്നവർക്കും ഒരു മയക്കം വരും. അത് രജോ ഗുണ പ്രഭാവത്തിൽ നിന്ന് തമോ ഗുണത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഇല്ലെങ്കിൽ രജോ ഗുണത്തിന്റെ ആധിക്യം കുറയുന്നതനുസരിച്ച് നമുക്ക് ആലസ്യവും ക്ഷീണവും അതനുസരിച്ച് കൊണ്ട് നിദ്രയും ഒക്കെ വ്യാപിക്കാനിടവരും. അതുകൊണ്ട് രജോ ഗുണത്തിന്റെ പ്രഭാവം കൊണ്ട്, രജോ ഗുണ പ്രഭാവം കൊണ്ടാണ്, രജോ ഗുണത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് മനുഷ്യൻ കൂടുതലും നയിക്കുന്നത്. മനുഷ്യന്റെ സ്വഭാവത്തിലുള്ള ഏറ്റവും അധികാരമായിട്ട് അല്ലെങ്കിൽ ഉണർന്നു നിൽക്കുന്ന അതാണ് മനുഷ്യന് ചിന്തിക്കുന്നതനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ക്ഷമതയൊക്കെ ഉണ്ട്.
അതുകൊണ്ട് ആ മനുഷ്യൻ എന്ന വാക്ക് തന്നെ പറയുന്നത്, ക്ഷണ നേരം കൊണ്ട് നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരീരം കൊണ്ട് ഓടും. അപ്പൊ ശരീരം പോലും മറന്നിട്ട് പ്രവർത്തിക്കാനുള്ള ക്ഷമത കിട്ടുന്ന രജോ ഗുണം. അപ്പൊ മനുഷ്യര് പൊതുവെ, സ്ത്രീയോ പുരുഷനോ ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടോ, പൊതുവെ രജോ ഗുണത്തിൽ അധിഷ്ഠിതമായിരിക്കും. കൂടുതൽ പെർസെൻറ്റേജ് രജോ ഗുണമായിരിക്കും നമ്മളിൽ പ്രഭാവമായിരിക്കും പ്രകടമാകുന്നത്. സത്വഗുണം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വർദ്ധിപ്പിച്ചാലും അതിന് ദോഷമുണ്ട്. അപ്പൊ ശരീരം ഉണർന്ന് പ്രവർത്തിക്കുന്ന രജോ ഗുണത്തെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ, അഥവാ ശരീരത്തെ കൂടുതലായിട്ട് ക്ലേശിപ്പിക്കുന്ന വിധത്തിൽ താൻ ഇച്ഛിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് ശരീരം പോലും മറന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യന് ഭാവിയിൽ ദുഃഖഹേതുക്കളായിട്ട് മാറുക. അതുകൊണ്ടാണ് ദുഃഖശോകമയപ്രദമാണ് രജോ ഗുണം എന്ന് പറയാൻ കാരണം. മനുഷ്യൻ അതുകൊണ്ടാണ് ഈ താപത്രയങ്ങളിൽ നിന്നും ബന്ധനത്രയങ്ങളിൽ നിന്നും ഒരിക്കലും നമുക്ക് മുക്തി കിട്ടാതെ പോകുന്നത്. രജോ ഗുണത്തിന്റെ ആധിക്യത്തിലാണ് മനുഷ്യൻ പൊതുവെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പായുന്ന മനോഭാവവും, അതനുസരിച്ചുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് ശരീരം പോലും മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഇടവരികയും അത് തന്നെ ഭാവിയിൽ ദോഷം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ദുഃഖഹേതുക്കളായിട്ട് കൂടുതൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം, ഇപ്പൊ ശരീരത്തിനോ മനസ്സിനോ രോഗം ബാധിക്കുന്ന ആധ്യാത്മിക ദുഃഖം ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനം ശരീരം മറന്നുള്ള പ്രവർത്തനമാണ്. ഈ രജോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ട് ആണ് സംഭവിക്കുന്നത്. ഇനി മനസ്സിനും ശരീരത്തിനും ചഞ്ചലാവസ്ഥ ഉണ്ടാകുന്നതും രജോ ഗുണത്തിന്റെ പ്രഭാവം കൊണ്ടാണ്. അപ്പോൾ ദൈവാധീനം ഉണ്ടെങ്കിലും ദൈവാധീനത്തെ വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരും. ചഞ്ചലാവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടിയുള്ള ശക്തികളെ പറ്റി യഥാവിധി അവബോധത്തോടു കൂടി അത് ഉണർന്ന് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനുള്ള പ്രേരണ ഇല്ലാതെ വരുന്നതാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത്. ബന്ധനം കൂടുതലുണ്ടായാലോ, ഇച്ഛിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ബന്ധങ്ങളിലും ബന്ധനങ്ങളായിട്ട് മാറും. അപ്പോൾ ആത്മാവ് ഇതൊന്നും കർത്താവ് അല്ലെങ്കിലും വേണ്ടില്ല, ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു, എനിക്കിതിനൊക്കെ സാധിക്കണം, ഞാൻ ഇനിയും നേടും, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ വരും. ഇല്ലെങ്കിൽ ഞാൻ ഇച്ഛിക്കുന്നത് നേടാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ഒരു ക്ഷമതയൊക്കെ, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമൊക്കെ നമുക്ക് ഉണ്ടാകുന്ന രജോ ഗുണത്തിൽ നിന്നാണെന്നർത്ഥം. അപ്പോൾ അത് ഒക്കെ ഭാവിയിൽ, ഇപ്പോൾ അതിൽ നിന്ന് ഒരുപക്ഷെ ശരീരത്തിനോ മനസ്സിനോ ഒക്കെ സുഖം ലഭിച്ചാലും താൽക്കാലിക സുഖമായിരിക്കും, പ്രത്യക്ഷ ഫലമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് ദുഃഖഹേതുക്കളായിട്ട് മാറും. അത് സമ്പർക്കദോഷത്തിനും സംഘദോഷത്തിനും ഒക്കെ ഇടവരുത്തുകയും അവിദ്യാദി ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അവിദ്യാദി ദോഷങ്ങൾ കൊണ്ട് അനുഭവിക്കേണ്ടത് ശാന്തി സമാധാനം ഇല്ലാതെ വരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും. ഇനി തമോ ഗുണത്തിന്റെ പ്രത്യേകത എന്താണ്? തമസ് അജ്ഞാനജം വിധി, തമസ്തജ്ഞാനജം വിധി മോഹനം സർവദേഹിനാം പ്രമാദം ആലസ്യ നിദ്രാപി തനി ബന്ധനാദി ഭാരത. ഹേ അർജുന, തമോ ഗുണമാകട്ടെ അജ്ഞാനത്തിൽ നിന്ന് ജനിച്ചതും സകല ജീവികളെയും മോഹിപ്പിക്കുന്നതുമാണ്. ആ തമോ ഗുണം പ്രമാദം, ആലസ്യ, നിദ്ര എന്നിവ കൊണ്ട് ജീവാത്മാവിനെ ബന്ധിക്കും. ചെയ്യേണ്ടത് ചെയ്യാതെ വീഴ്ച വരുത്തുന്നതാണ് പ്രമാദം എന്ന് പറയുന്നത്. അതായത് തമോ ഗുണം ഇന്നത്തെ പുതിയ തലമുറയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും താമസിച്ചേ കിടക്കൂ, താമസിച്ചേ എഴുന്നേൽക്കൂ, പിന്നെ എല്ലാ കാര്യത്തിലും താമസം. ശരീരം കൊണ്ട് അനായാസന കാര്യങ്ങളൊക്കെ നടക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ടാകും. ഈ ആഗ്രഹം ഉണ്ടാകുന്നത് തമോ ഗുണത്തിൽ നിന്നാണ്. അത് അജ്ഞാനജന്യമാണെങ്കിലോ അത് ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ആലസ്യത്തിലേക്ക് നയിക്കും. യഥാർത്ഥ ജ്ഞാനത്തിൽ നിന്ന് ദൂരത്ത് നിർത്തുകയും ചെയ്യും. യാഥാർത്ഥ്യ ബോധം ഇല്ലാതെ പ്രവർത്തിക്കാൻ ഇടവരുന്ന അർത്ഥം. അപ്പൊ അതിന്റെ പരിണിത ഫലങ്ങളും രജോ ഗുണത്തെക്കാൾ കൂടുതലായിരിക്കും. രജോ ഗുണം കൂടിയാൽ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നൊന്ന് പ്രവർത്തിച്ചാൽ അതിന്റെ സുഖമെങ്കിലും അനുഭവിക്കാൻ താൽക്കാലികമായിട്ടെങ്കിലും. തമോ ഗുണ ആധിക്യം ഉണ്ടായാൽ യഥാർത്ഥത്തിൽ ആത്മാവിനെ പോലും മയക്കുന്ന വിധത്തിലായിരിക്കും ജീവിക്കുക. അപ്പൊ യഥാർത്ഥ സുഖം അനുഭവിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാനും പറ്റാതെ വരും. എല്ലാ കാര്യത്തിനും താമസമായിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തമോ ഗുണത്തെ ഒരിക്കലും വർദ്ധിപ്പിക്കരുതെന്ന് പറയാൻ കാരണം അതാണ്. തമോ ഗുണത്തിന്റെ ഏറ്റവും കൂടുതൽ ആധിക്യം നിലനിൽക്കുന്നത്, ഞാൻ പറഞ്ഞു, 12 മണിക്ക് ശേഷം പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് 3 മണി വരെയുള്ള 15 മണിക്കൂർ സമയമാണ് തമോ ഗുണം ഏറ്റവും കൂടുതൽ ഉള്ളത്. അതിൻ്റെ അതിപ്രസരണം നടക്കുന്ന സമയമാണ്.
ഇതിന്റെ ഈ 15 മണിക്കൂറിന്റെ മധ്യത്തിലാണ് സായം സന്ധി വരും. അതായത് സന്ധ്യാസമയം, സായം സന്ധ്യ, വൈകുന്നേരത്തെ സന്ധ്യയാണ് ഏറ്റവും കൂടുതൽ ആസുരി ഭാവം കൂടുതലുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിന്റെ സമയക്രമം അനുസരിച്ചുകൊണ്ട് 6 മണിക്കും 7 മണിക്കും ഇടയ്ക്കാണ് സൂര്യാസ്തമയം നടക്കുന്നത്. അതായത് 7 മണിക്കൂർ അപ്പുറത്ത് നിന്നും 7 മണിക്കൂർ ഇപ്പുറത്ത് നിന്നും അതിന്റെ മധ്യത്തിൽ 1 മണിക്കൂർ സമയം. ഇത് ആസുരി ഭാവത്തിന്റെ, ഈ തമോ ഗുണത്തിന്റെ ആധിക്യം ഏറ്റവും കൂടുതലുള്ളതാണ്. അതുകൊണ്ടാണ് പൂർവികർ ഈ സമയത്ത് മറ്റൊരു കാര്യവും ചെയ്യരുത് എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് തമോ ഗുണത്തിന്റെ ആധിക്യം, ആസുരി ഭാവം പ്രകൃതിക്ക് തന്നെ ഏറ്റവും കൂടുതലാണ്. അപ്പം ആ സമയത്ത് കയ്യും കാലും കഴുകിയിട്ടെങ്കിലും ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഈശ്വരീയമായ ഒരു ചിന്തയിലേക്ക്, അതായത് സാത്വിക ഗുണം നമ്മൾ ഒരിക്കലും വരാത്ത സമയമാണ് ഈ ആസുരി ഭാവം. അപ്പൊ ആ സമയത്ത് കയ്യും കാലും കഴുകിയിട്ട് കുറച്ച് ഈശ്വര വിചാരത്തിന് നാമസങ്കീർത്തനമൊക്കെ ചെയ്താൽ നമ്മളിൽ സാത്വിക ഭാവം ഉണരാനിടവരും. അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് മറ്റൊരു കാര്യം ചെയ്യരുത്, കയ്യും കാലും കഴുകിയിട്ടെങ്കിലും സന്ധ്യാദീപം കൊളുത്തി കുറച്ചു നേരം ഈശ്വരന്റെ അടുത്തിരിക്കെങ്കിലും ചെയ്യാം. കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടിയിരുന്ന് ജപിച്ചാൽ വളരെ ഉത്തമമാണ്. പണ്ടുള്ളവർ നിർബന്ധമായിട്ടാണെങ്കിലും നാമം ജപിച്ചിരിക്കും. ഇന്ന് ആ സംസ്കാരം തന്നെ പലർക്കും, പുതിയ തലമുറയ്ക്ക് അറിയ തന്നെയില്ല എന്താ നാമം ജപിക്കുക, നാമം ജപിക്കുന്നത് എന്തിനാ, അതുകൊണ്ടുള്ള പ്രയോജനം എന്താ. ഇനി അഥവാ അത് പറഞ്ഞു കൊടുത്താൽ തന്നെ ഏത് നാമം ജപിക്കേണ്ടത്, എങ്ങനെ ജപിക്കണം, ഇങ്ങനെയുള്ളതൊന്നും പുതിയ തലമുറയ്ക്ക് അറിയില്ല. അങ്ങനെ ഒരു സംസ്കാരം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. പല വീടുകളിലും കൃത്യമായിട്ട് പറഞ്ഞാൽ സന്ധ്യാസമയത്തായിരിക്കും ഈ വിട്ടിപ്പെട്ടി ഓൺ ചെയ്ത് സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കും. കുട്ടികളാണെങ്കിലും അവർ കാർട്ടൂൺ ഷോയോ അതുപോലുള്ളതൊക്കെ ഇതേ മൊബൈലിൽ കളിക്കുന്നതൊക്കെ സന്ധ്യാസമയത്തായിരിക്കും. ചിലർക്ക് ഭക്ഷണം കൊടുക്കണ ധൃതി ഈ സന്ധ്യാസമയത്തായിരിക്കും. കുട്ടികൾക്ക് വരെ ഭക്ഷണം കൊടുക്കുന്ന ഈ സന്ധ്യാസമയത്തായിരിക്കും. ഇങ്ങനെ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അത് ചെയ്യുന്ന ഒരു സമുദായം, അല്ലെ ഒരു സമൂഹമാണ്, ഒരു സംസ്കാരമാണ് ഇന്ന് വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തമോ ഗുണത്തിന്റെ ആധിക്യം, പ്രസരിപ്പ് കൂടുതലായിട്ടാണ് കാണുന്നത് എന്നർത്ഥം. അതിൽ നിന്നാണ് ഒന്നും അനങ്ങാതെ, ശരീരം അനങ്ങാതെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ചിന്ത വരുന്നതും ഈ തമോ ഗുണത്തിന്റെ ആധിക്യമാണ്. നമ്മൾ ആഹാരപ്രകൃതിയാണെങ്കിലും ഒക്കെ തമോ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വെള്ളം കുടിച്ചാൽ വരെ, അതായത് ഒരു വെള്ളമാണെങ്കിലും തിളപ്പിച്ചാൽ പാചകം ചെയ്യുകയാണ് അത് ചെയ്യുക. പാചകം ചെയ്താൽ അത് 3 മണിക്കൂറിനകം എങ്കിലും കഴിക്കണം. അപ്പൊ ആ വെള്ളം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുപ്പിക്കകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത വെള്ളം കുടിക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് സമയമില്ല. പക്ഷെ അതിൽ നിന്നുണ്ടാകുന്നത് നമ്മളിൽ തമോ ഗുണത്തിന്റെ എസൻസ് വർദ്ധിക്കും. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ആഹാരം കഴിച്ചാൽ തന്നെ തമസാണ് വർദ്ധിക്കുക. കാരണം എന്താ, ആഹാര നിയമം അനുസരിച്ചുകൊണ്ട് പാചകം ചെയ്താൽ, ഇപ്പൊ ഫ്രഷായിട്ട് സസ്യലതാദികളും കിടക്കുന്ന പഴങ്ങളും ഇല്ല, അങ്ങനെയുള്ള പച്ചയായ ഭക്ഷണ പദാർത്ഥം നേരിട്ട് കഴിച്ചാൽ അത്രയും നല്ലതാണ്. ഇനി നമ്മൾ പാചകം ചെയ്താൽ തന്നെ അത് 2.5 മണിക്കൂറിനകം, 2.5-3 മണിക്കൂറിനകം കഴിക്കണം. അത് എടുത്തു വെച്ചാൽ പിന്നെ പഴകിയതായിട്ട് മാറും. ഇത് കഴിഞ്ഞാൽ ഈ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് കഴിച്ചാൽ പഴകിയതായിട്ട് മാറുന്ന, പഴകിയ ആഹാരം കഴിച്ചാൽ, ഇല്ലെങ്കിൽ അത് കഴിക്കാൻ താല്പര്യമുള്ളവർ പോലും തമോ ഗുണ സ്വഭാവം ഉള്ളവർക്കാണ് അത് പ്രിയം എന്ന് ഒക്കെ. ഇനി 17-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ ആഹാരത്തെ പറ്റിയൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ് സാത്വികാഹാരം, എന്താണ് രാജസാഹാരം, എന്താണ് തമോ ഗുണപ്രധാനമായ ആഹാരത്തെ പറ്റിയൊക്കെ ശ്രദ്ധാത്രയത്തിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ 3 ഗുണങ്ങളെ വച്ചുകൊണ്ട്, ഇതിന്റെ ഭാവത്തെ, ഇതിന്റെ ഫലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിൽ ഏറ്റവും കൂടി നിൽക്കുന്നത് രജോ ഗുണം ആണ്. രജോ ഗുണത്തിൽ തമോ ഗുണം മിശ്രിതമായിരിക്കും. ഈ സ്വഭാവമാണ് സാധാരണ എല്ലാ മനുഷ്യരിലും പ്രകടമാകുന്ന സ്വഭാവം. സാത്വികതയുടെ ഒരംശം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് രാവിലത്തെ സമയം ഏറ്റവും കൂടുതലായിരിക്കും. ഇനി ഇതൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പ്രകൃതിയുടെ ഗുണം അനുസരിച്ചുകൊണ്ട് തന്നെ സാത്വിക ഭാവം നമ്മളിൽ കൂടുതലായിരിക്കും. ഇനി സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റില്ലെങ്കിൽ തന്നെ 12 മണിക്ക് മുമ്പുള്ള സ്വഭാവത്തിൽ, പ്രത്യേകിച്ച് ഒരു 10 മണിക്ക് മുമ്പ് സൂര്യോദയം വരെയുള്ള സമയം,
സൂര്യോദയം മുതൽ 10 മണി വരെയുള്ള സമയം, സൂര്യോദയത്തിന് ശേഷം എണീക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ഈ സത്വഗുണത്തിന്റെ പ്രഭാവം കുറച്ച് കൂടുതലുണ്ടാവും രാവിലത്തെ സമയം. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് കള്ളു കുടിക്കുന്ന ആൾ പോലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സത്യം ചെയ്യും, ഞാൻ ഇനി കുടിക്കില്ല എന്ന്. ഇത് പ്രകൃതിയുള്ള ആ സ്വഭാവത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പക്ഷെ മധ്യാഹ്നത്തിന് ശേഷം വീണ്ടും അങ്ങോട്ട് പിടിച്ചു വലിക്കപ്പെടും. അപ്പൊ നമ്മൾ പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ചില സമയത്തൊക്കെ പ്രവർത്തിക്കുന്നത്. അതിൽ സംശയമൊന്നുമില്ല. 3 ഗുണങ്ങളും നമ്മളിലുണ്ട്. നമ്മളത് നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നർത്ഥം. അപ്പൊ ഏത് തരത്തിലുള്ള അറിവ് ഉണ്ടാകണമെങ്കിലും ഏത് തരത്തിലുള്ള സുഖം അനുഭവിക്കണമെങ്കിലും സത്വഗുണ പ്രഭാവം ഉണ്ടായിരിക്കണം. പക്ഷെ അതിന്റെ അംശം വളരെ കുറവായതുകൊണ്ട് നമുക്ക് ക്ലേശങ്ങളായിരിക്കും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക. തമോ ഗുണത്തിലും രജോ ഗുണത്തിലും ശരീരം ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ അതിൽ നിന്ന് ദുഃഖഹേതുക്കളായിട്ടുള്ള ഇല്ലെങ്കിൽ താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും ഉണ്ടാകും എന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ളവർക്കെല്ലാം ജീവിതത്തിൽ ഈ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അനുഭവിക്കേണ്ട രോഗങ്ങളുണ്ടാകും. ചഞ്ചലാവസ്ഥയുണ്ട്, ശരീരത്തിനും മനസ്സിനും ടെൻഷൻ ഉണ്ടാകും, ഉറപ്പില്ലാതെ വരിക. പിന്നെ സംഘദോഷം കൊണ്ട് സമ്പർക്കദോഷം കൊണ്ടും ഉണ്ടാകുന്ന ഭൗതിക ദുഃഖങ്ങളും ഉണ്ടാകും. ആത്മബന്ധം കൊണ്ടായിക്കോട്ടെ, രക്തബന്ധം ആയിക്കോട്ടെ, നക്ഷത്രബന്ധം കൊണ്ടായിക്കോട്ടെ, അതിൽ നിന്ന് സംഘദോഷം സമ്പർക്കദോഷവും ഉണ്ടാകും, യാതൊരു സംശയമില്ല. അപ്പം നമ്മൾ ജീവിതകാലം മുഴുവൻ ഈ താപത്രയങ്ങളിലും ബന്ധനത്രയങ്ങളും പ്രാരാബ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തർക്ക് വരെ ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇന്ന് തന്ത്രിയ മന്ത്രി ആയിക്കോട്ടെ, ഇവർക്ക് വരെ ഈ ഒരു പ്രഭാവം അനുഭവിക്കേണ്ട, താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഗുണങ്ങളെ അറിഞ്ഞുകൊണ്ട്, അതിൻ്റെ പ്രഭാവം പ്രകൃതിയിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് വേണ്ട സമയത്ത് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഭക്തനാണെന്ന് പറയുന്നവർക്ക് പോലും ഈ പറയുന്ന ആധ്യാത്മിക ദുഃഖവും ഇല്ലെങ്കിൽ ഈ പറയുന്ന ടെൻഷൻ, ആദിദൈവിക ദുഃഖം എന്ന് പറയുന്ന ടെൻഷനും ഇല്ലാതിരിക്കുന്നുണ്ടോ? സംഘദോഷവും സമ്പർക്കദോഷവും ഉണ്ടാകാതിരിക്കുന്നുണ്ടോ? ഈ 3 ദുഃഖങ്ങൾ അനുഭവിക്കാത്തവർ ഒരു ഭക്തർ പോലും ഇല്ല. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. ഭക്തിയുള്ളവർ പോലും ഈ ഗുണങ്ങളെപ്പറ്റി, നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ, ഈ നമ്മുടെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ, ഇപ്പോഴത്തെ സ്ഥിതി എന്തെന്ന് മനസ്സിലാക്കണം. പ്രകൃതിയിൽ ഈ ഗുണപ്രഭാവം എപ്പോഴൊക്കെ ഏതൊക്കെ സമയത്ത് എത്രമാത്രം പ്രകടമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രകൃതിയുടെ സ്വഭാവത്തോട് ഗുണത്തോട് നമ്മുടെ ഗുണങ്ങളെ യോജിപ്പിക്കാൻ ശ്രമിക്കണം. അപ്പോഴേ സ്വഭാവത്തിൽ പരിവർത്തനം ഉണ്ടാകുള്ളൂ, ഈശ്വര സാക്ഷാത്കാരത്തിന് സാധ്യമായിട്ട് വരൂ. അപ്പൊ നമ്മൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഈ ഗുണപ്രഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിച്ചാൽ അതിനെ വേണ്ട വിധത്തിൽ, ഇപ്പൊ സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. യഥാർത്ഥ ജ്ഞാനം, അറിവ് ലഭിക്കും. ആ സത്വഗുണത്തിൽ നിന്നാണ് സുഖം അനുഭവിക്കാൻ സാധിക്കുക. ഏത് തരത്തിലുള്ള സുഖം ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സത്വഗുണ പ്രഭാവം കൊണ്ടാണ്. അപ്പൊ സത്വഗുണത്തെ വർദ്ധിച്ചാൽ നമുക്ക് അറിവ് ലഭിക്കും. അറിവ് ലഭിച്ചാൽ അത് ഉപയോഗിച്ച് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ അത് നമുക്ക് സുഖത്തെ നൽകും. ആ സത്വഗുണത്തിലൂടെ കിട്ടുന്ന ജ്ഞാനത്തിലൂടെ വേണം രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഉപയോഗിക്കാൻ. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തമോ ഗുണത്തെ ഒരിക്കലും വർദ്ധിപ്പിക്കരുത്. എന്നാൽ നമുക്കില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. അത് വേണ്ട സമയത്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, തമോ ഗുണം ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് വിശ്രമിക്കാനാണ്, അഥവാ ഉറങ്ങാൻ. ജീവിച്ചിരിക്കുമ്പോൾ ഉറങ്ങലാണല്ലോ. ആ ഉറങ്ങാൻ, സുഷുപ്തിയിൽ കിടന്നുറങ്ങാൻ രാത്രി കാലം സമയം തന്നിട്ടുണ്ട്. ആ സമയത്ത് എത്രയാന്ന് വെച്ചാൽ കിടന്നുറങ്ങിക്കോളും, ഒരു വിരോധമില്ല. നിവൃത്തിയുള്ളിടത്തോളം പകല് കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് ദോഷം ചെയ്യും. രജോ ഗുണത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം. അതിന് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പാഞ്ഞ് ശരീരം പോലും മറന്നിട്ട് പ്രവർത്തിക്കരുത്. ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള യുക്താഹാര വിഹാരസ യുക്ത തേജസ്സു കർമ്മസു, വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യുക. കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പാഞ്ഞ് അത് ആർജിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ അവസ്ഥ പോലും മറന്നിട്ട് പ്രവർത്തിക്കരുത്. അങ്ങനെയാണ് രജോ ഗുണത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. ആ രജോ ഗുണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഒരിക്കലും ബന്ധനമായി മാറരുത്, പ്രാരാബ്ധമായിട്ട് മാറ്റരുത്. ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്താൽ, നിഷ്കാമമായിട്ട് നൈഷ്കർമ്മിക കർമ്മം ചെയ്താൽ അതിൽ നിന്നൊരിക്കലും ബന്ധനമുണ്ടാകില്ല എന്നർത്ഥം. തമസിനെ ഒരിക്കലും വർദ്ധിപ്പിക്കരുത്,
സത്വഗുണത്തിലും രജോ ഗുണത്തിലും ഉറച്ചു നിന്നുകൊണ്ട് വേണ്ട അറിവ് നേടിക്കൊണ്ട് പ്രവർത്തിക്കണം. അപ്പോൾ അനായാസന ജീവിക്കാൻ സാധിക്കും. സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവത്തെ മനസ്സിലാക്കണം. ഇനിയും ഭഗവാൻ പറയുന്നു, സത്വം സുഖേ സഞ്ചയന്തി രജ കർമ്മണി ഭാരത ജ്ഞാനമാവർത്തിതു തമ പ്രമാദേ സഞ്ചയതി. 3 ഗുണങ്ങളുടെയും പ്രത്യേകത എന്തെന്ന് ഭഗവാൻ പറയുന്നു. സത്വഗുണം ദേഹിയെ സുഖത്തിലും രജോ ഗുണം കർമ്മത്തിലും ആസക്തനാക്കുന്നു. തമോ ഗുണമാകട്ടെ പ്രമാദത്തിലും, പ്രമാദം അഥവാ ആലസ്യം നിദ്രയിലും ബന്ധിക്കുന്നു. അപ്പം സത്വഗുണം വർദ്ധിച്ചാൽ അതിൽ നിന്ന് നമ്മളെ ശരീരത്തെ സുഖത്തോട് ബന്ധിച്ചു നിർത്തും. രജോ ഗുണം വർദ്ധിച്ചാൽ കർമ്മത്തിൽ ആസക്തി ഉണ്ടാക്കും. അതായത് ശരീരം പോലും മറന്നിട്ട് പ്രവർത്തിക്കാനുള്ള ക്ഷമത ഉണ്ടാക്കും. തമോ ഗുണമാകട്ടെ നമ്മളെ ആലസ്യത്തിലേക്കും നിദ്രയിലേക്കും നയിക്കും. ഇനി രജസ്തമാശാഭിഭൂയ സത്വം ഭവതി ഭാരത രജസത്വം തമസ്സൈവ തമസത്വം രജസ്തത. ഇവിടെയാണ് ഈ 3 ഗുണങ്ങളുടെയും വേരിയേഷൻ നമ്മുടെ സ്വഭാവത്തിലുണ്ടാകും. ഒരു ദിവസം തന്നെ ചില സമയത്ത് സത്വഗുണം കൂടി നിൽക്കും, ചില സമയത്ത് രജോ ഗുണം കൂടി നിൽക്കും, ചില സമയത്ത് തമോ ഗുണം കൂടി നിൽക്കും. ഇനി ഓരോ വ്യക്തിയിലും ചിലരിൽ സത്വഗുണം കൂടി നിൽക്കും, മറ്റു 2 ഗുണങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു നിൽക്കും. അപ്പോൾ സത്വഗുണം കൂടി നിൽക്കുന്ന ആളിൽ സാത്വിക പ്രകൃതിയായിരിക്കും. സായിയായ ആ വ്യക്തിയുടെ സ്വഭാവം തന്നെ സാത്വിക സ്വഭാവമായിരിക്കും. പക്ഷേ രജോ ഗുണം തമോ ഗുണം പറ്റിച്ചേർന്ന് നിൽക്കും. ചിലരിൽ രജോ ഗുണം കൂടി നിൽക്കും, സത്വഗുണം തമോ ഗുണം പറ്റിച്ചേർന്ന് നിൽക്കും. അപ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ക്ഷമതയും ശരീരം പോലും മറന്ന് പ്രവർത്തിക്കുന്ന ഒരു ശ്രേഷ്ഠതയൊക്കെ ആ വ്യക്തിയിലുണ്ടാകും. നമുക്കറിയാം, ചിലര് ബാക്കിയെല്ലാം ഏത് കർമ്മം വന്നാലും ശരീരം പോലും മറന്നിട്ട് അത്യുദ്ധാനികളായിട്ട് പ്രവർത്തിക്കുന്ന കാണാം. ഇനി തമോ ഗുണമുള്ളവരോ സമയത്ത് ഒരു കാര്യം ചെയ്യില്ല, വേണ്ടതുപോലെ ചെയ്യില്ല, എപ്പോഴും അനങ്ങാതിരിക്കുന്നതും ആലസ്യവും ഇല്ലെങ്കിൽ എപ്പോഴും കിടന്നുറങ്ങുന്നതിലും ഒക്കെ സുഖം കണ്ടെത്തിൽ ആത്മാവിനെ പോലും മയക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതൊക്കെ തമോ ഗുണത്തിന്റെ ആധിക്യമുള്ളവരാണ്. അപ്പൊ ആ തമോ ഗുണം ഉള്ളവർക്ക് പോലും സത്വ രജോ തമോ ഗുണങ്ങൾ ഇല്ലെങ്കിൽ മറ്റു 2 ഗുണങ്ങൾ പറ്റിച്ചേർന്ന് നിൽക്കും. അങ്ങനെ സാത്വികനായിട്ട് മാറും, ഇല്ലേ രജോ ഗുണാത്മകമായിട്ട് മാറും, ഇല്ലെങ്കിൽ തമോ ഗുണ പ്രാധാന്യമുള്ള. അപ്പൊ 3 തരത്തിൽ ഒരേ അച്ഛന്റെ അമ്മയുടെയും തന്നെ 3 മക്കൾ ഉണ്ടായാൽ ഇവർക്ക് ഈ സ്വഭാവത്തിൽ വൈരുദ്ധ്യാത്മകത വരാൻ കാരണം അതാ. ഒരാൾ സാത്വികനായിരിക്കും, ഒരാൾ രാജസനായിരിക്കും, ഒരു താമസനായിരിക്കും. അപ്പൊ ഇവരുടെ 3 പേരുടെ സ്വഭാവം തമ്മിൽ ഒരിക്കലും ചേരില്ല, വ്യത്യാസം ഉണ്ടാവും. ഇനി സാത്വിക സ്വഭാവം സായിയായിട്ടുള്ള ആൾക്ക് പോലും ഒരു ദിവസത്തിൽ ചില സമയത്ത് സാത്വികത കൂടി നിൽക്കും, ചില സമയത്ത് രജോ ഗുണം കൂടി നിൽക്കും, ചില സമയത്ത് തമോ ഗുണം കൂടി നിൽക്കും. ഇതിലും വേരിയേഷൻ ഉണ്ടാകും. ഒരു ദിവസത്തിൽ തന്നെ ഉണ്ടാകാം, ഓരോ ദിവസത്തിലും ഉണ്ടാകാം. അതായത് പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ചുകൊണ്ട് സാത്വിക സമയം വ്യത്യാസം പ്രകൃതിക്ക് വരുന്നതനുസരിച്ച് നമ്മളിലും മാറ്റം ഉണ്ടാകും, നേരെ വിരുദ്ധമായിട്ടും ഉണ്ടാകും. അപ്പൊ ഇതിന്റെ വേരിയേഷൻസിനെ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് അനലൈസ് കണ്ടുപിടിക്കണം എന്നർത്ഥം. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം, പ്രകൃതിയിൽ ഒരു ദിവസത്തിൽ രാവിലത്തെ സമയം സത്വഗുണം കൂടിയിരിക്കും, മധ്യാഹ്നം വരെ രജോ ഗുണം കൂടി നിൽക്കും, അതിനുശേഷം 15 മണിക്കൂർ സമയം തമോ ഗുണമായിരിക്കും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്തെന്ന് മനസ്സിലാക്കണം. അതായത് എന്നിലുള്ള സാത്വിക ഭാവം, ഞാൻ സാത്വികനാണോ, ഞാൻ രാജസനാണോ, ഞാൻ താമസനാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് സാത്വികതയെ വർദ്ധിക്കാൻ ശ്രമിക്കണം. അത് വർദ്ധിപ്പിച്ചാലേ നമുക്ക് ശരീരം കൊണ്ട് നാ ശോചിത്തു മർക്കസി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനുഷ്യരോട് ഭഗവാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല. അപ്പൊ ഈ ദുഃഖഹേതുക്കളായിട്ടുള്ള കർമ്മങ്ങളോ ഇല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളെ കണ്ടുപിടിച്ച് അത് ഒഴിവാക്കണം. അതിന് അറിവ് നേടണം. അറിവ് നേടണമെങ്കിൽ സാത്വിക സ്വഭാവം നമ്മൾ വർദ്ധിക്കണം. അപ്പൊ സാത്വിക സമയത്ത് എഴുന്നേൽക്കണം, സാത്വിക ആഹാരം കഴിക്കണം, സാത്വിക കർമ്മങ്ങൾ ചെയ്യണം. നമുക്ക് സാത്വികത വർദ്ധിച്ചാൽ മാത്രമേ ദുഃഖഹേതുക്കൾ ഇല്ലാതെ
അനായാസന ജീവിക്കാൻ സാധിക്കൂ. ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിനുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അത് അനുഷ്ഠിക്കാനുള്ള അറിവ് നേടണമെങ്കിൽ, അതിൽ നിന്ന് സുഖം അനുഭവിക്കണമെങ്കിൽ, ശാശ്വതമായ സുഖം അനുഭവിക്കണമെങ്കിൽ സായി ആയിട്ട് നമ്മൾ സ്വാത്വികനായിട്ട് മാറണം എന്ന് നിശ്ചയിക്കണം. ഒരു ഘട്ടത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സാത്വികതയും കൂടെ ജയിക്കണം. അപ്പോഴേ ബ്രഹ്മജ്ഞാനി ആത്മജ്ഞാനിയൊക്കെ ആയിട്ട് മാറുള്ളൂ. അത് പോട്ടെ, അത് നമുക്ക് ഓട്ടോമാറ്റിക് സംഭവിച്ചോളൂ. ഇത്രയൊക്കെ പരിണാമം ഉണ്ടാക്കാൻ സാധിച്ചാൽ ബാക്കിയും പരിണാമം ഉണ്ടായിക്കോളും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ നിശ്ചയിക്കേണ്ടത് നമ്മുടെ ഈ 3 സ്വഭാവം, രജോ ഗുണം തമോ ഗുണം, അതായത് ചിലപ്പോൾ രജോ ഗുണത്തെയും ചിലപ്പോൾ തമോ ഗുണത്തെയും കീഴടക്കിയിട്ട് സത്വഗുണം പ്രത്യക്ഷമാകും. ചിലപ്പോൾ സത്വഗുണത്തെയും തമോ ഗുണത്തെയും കീഴടക്കിയിട്ട് രജോ ഗുണം പ്രത്യക്ഷമാകും. ചിലപ്പോൾ സത്വഗുണത്തെയും രജോ ഗുണത്തെയും കീഴടക്കേണ്ട തമോ ഗുണം പ്രത്യക്ഷമാകും. ഈ 3 ഗുണങ്ങളും എല്ലാവരിലും ഉണ്ട് താനും. വാസനയ്ക്ക് അനുസരണമായിക്കൊണ്ട് ഓരോ ഒരുവനിലും ഇവയിൽ ഒന്ന് പ്രബലമായിരിക്കും. അതായിരിക്കും ആ വ്യക്തിയുടെ സ്വഭാവത്തിന്റെ, അടിസ്ഥാന സ്വഭാവത്തിന്റെ ഇല്ലെങ്കിൽ പ്രകട സ്വഭാവത്തിന് കാരണമായി ഭവിക്കും. അപ്പം നമ്മൾ തന്നെ കണ്ടെത്തണം, നമ്മൾ സത്വഗുണത്തിന്റെ പ്രഭാവമാണോ രജോ ഗുണത്തിന്റെ പ്രഭാവമാണോ തമോ ഗുണത്തിന്റെ പ്രഭാവമാണോ സായി ആയിട്ട് കൂടുതലുള്ളത്. ഇപ്പം എൻ്റെ സ്വഭാവം സാത്വിക സ്വഭാവമാണ്, അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള. ആ സാത്വിക സ്വഭാവത്തെ ഒന്നോടെ പ്രബലമാക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേക്കും, സാത്വിക ആഹാരം കഴിക്കും, സത്യ കർമ്മങ്ങളിൽ ശ്രദ്ധ വയ്ക്കും. അപ്പൊ അത് വെച്ചപ്പോൾ യഥാർത്ഥ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തി നമുക്ക് വർദ്ധിച്ചു. അപ്പൊ ഏത് കാര്യവും, ഒരു കാര്യവും ഞാൻ ചെയ്യാതിരിക്കുന്ന പ്രശ്നമില്ല. ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും, അനങ്ങാതിരിക്കുന്ന പരിപാടിയില്ല. എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കും, വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കും. അപ്പൊ ആ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ബന്ധനമല്ലാത്ത വിധത്തിൽ ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ ചാടിപ്പുറപ്പെട്ട് ഒരു കാര്യത്തിനും പോവില്ല. അതിൻ്റെ ഗുണദോഷങ്ങളെയൊക്കെ പല പ്രാവശ്യം വിശകലനം ചെയ്ത് അത് മനസ്സിലാക്കി അതിൻ്റെ ഗുണം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അത് ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് ഈ സമ്പർക്ക ദോഷമോ ശംഖുദോഷമോ അവിദ്യാദി ദോഷങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാനും നമുക്ക് സാധിക്കും. എന്നാലും ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് 100% പെർഫെക്റ്റ് അല്ലല്ലോ. അതുകൊണ്ട് ചില ദോഷങ്ങളൊക്കെ സംഭവിക്കുമ്പോഴെങ്കിലും മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് ഇതിങ്ങനെ ചെയ്താൽ ഇന്നത് ദോഷമാണ് ഉണ്ടാകുക എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് ചിലത് പഠിക്കും. ചിലത് നമ്മൾ എത്ര മുൻകൂട്ടി കണക്കാക്കി ചെയ്താലും കർമ്മത്തിന്റെ ഗതി ഗഹനമാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ അതിന്റെ പരിണതഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ. അപ്പൊ ചില വിദ്യാർത്ഥി ദോഷങ്ങളൊക്കെ വന്ന് ഭവിക്കും, അത് വന്ന് ഭവിച്ചോട്ടെ. നമ്മൾ അതിൽ വ്യാകുലപ്പെടാതെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബന്ധനത്തിൽ, ഇല്ലെങ്കിൽ അതിന് അനുസരിച്ച് അനിഷ്ടപ്രാപ്തിയിൽ സിദ്ധ്യസിദ്ധിയോ സമഭൂത എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇഷ്ടമുള്ളത് സംഭവിച്ചാൽ അഹങ്കരിക്കാതിരിക്കുക, അനിഷ്ടം സംഭവിച്ചാലും അത് ഇഗ്നോർ ചെയ്യുക. അപ്പൊ അങ്ങനെ 3 ഗുണങ്ങളുടെ പ്രഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സാത്വികനാണോ രാജസനാണോ താമസനാണോ എന്ന് സ്വയം തിരിച്ചറിയുക. സാത്വിക ഗുണത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സുഖം അനുഭവിക്കാൻ സാധിക്കൂ. യഥാർത്ഥ ജ്ഞാനം, ഗുണദോഷങ്ങളെ തിരിച്ചറിയുന്ന അറിവ് ലഭിക്കൂ. അപ്പം അറിവ് നേടിക്കൊണ്ട് വേണം രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഉപയോഗിക്കാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അനായാസന, അതായത് സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ സാധിക്കും. ഒരിക്കലും താപത്രയങ്ങളിലും ബന്ധനത്രയങ്ങളിലും പെടാതെ ജീവിതം സമ്പന്നമാക്കാനും സാധിക്കും. ഇത് സാത്വിക ജീവിതം നിങ്ങൾക്ക് ജീവിതകാലം ഒരു ഘട്ടത്തിലെങ്കിലും അത് ഭക്തി കൊണ്ട് ആർജിക്കാവുന്ന കാര്യമാണ്. ആർജിച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗുണാതീത ഭാവത്തിലേക്ക് എത്തുമ്പോഴേ നിങ്ങൾക്ക് ബ്രഹ്മഭാവം കൈവരും. ബ്രഹ്മജ്ഞാനിയായി മാറണം. ബ്രഹ്മത്തെ യഥാർത്ഥത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ 3 ഗുണങ്ങളെ അതിജീവിക്കണം. അപ്പൊ അതിജീവിക്കാനല്ല ആദ്യം പുറപ്പെടുന്നത്. ആദ്യം നമ്മുടെ സ്വഭാവത്തിൽ ഇപ്പൊ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് പ്രകൃതിയുടെ സ്വഭാവം, പ്രകൃതിയുടെ ഗുണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും സമയക്രമം പാലിക്കുക എന്നുള്ളത്. അതായത് പ്രകൃതിയിൽ ഒരു ദിവസത്തിൽ സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വേണ്ട വിധം നമ്മുടെ സ്വഭാവം അനുസരിച്ചു കൊണ്ട് തന്നെ കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി എന്ന ഭാവത്തിലേക്ക് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കണം. അതാണ് യുക്താഹാര വിഹാരസ്യ യുക്ത തേജസ്സു കർമ്മസു എന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ കാര്യം. അവിടെ നമുക്ക് പ്രകൃതിയുടെ സ്വഭാവത്തോട്, മൂലപ്രകൃതിയുടെ സ്വഭാവത്തെ നമുക്ക് അതിൽ നിന്ന് മുക്തനായിട്ട് ജീവിക്കാൻ സാധ്യമല്ല. ഈ പ്രകൃതിയുടെ സ്വഭാവത്തിൽ നിന്ന് മുക്തനായിട്ട് ജീവിക്കാൻ സാധ്യമല്ല. ആദ്യം പ്രകൃതിയോട് യോജിക്കുക, താതാത്മ്യം ഉണ്ടാക്കുക.
അതാണ് ബ്രഹ്മ ആത്മ ഐക്യത്തിന്റെ ഒരു പ്രത്യേകത. ജീവാത്മാ പരമാത്മാ ഐക്യം സംഭവിക്കണമെങ്കിൽ നമ്മൾ ജീവാത്മാവിന്റെ അധികാരിയാണ്. ജീവാത്മാവ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിന്റെ നാഥനായിട്ടിരിക്കുന്നതാണ്. അപ്പൊ ആ ജീവാത്മാവിനെ ഒരു കാര്യത്തിലും സത്വഗുണം കൊണ്ടോ ബന്ധം അല്ലെങ്കിൽ രജോ ഗുണം കൊണ്ടോ തമോ ഗുണം കൊണ്ടോ അതിനെ ബന്ധിക്കാതിരിക്കുക. ഇതിൽ നിന്നുണ്ടാകുന്ന ബന്ധം എന്തുമായിട്ടാണ് ബന്ധിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? സത്വം സുഖേ സഞ്ചയന്തി രജ കർമ്മണി ഭാരത ജ്ഞാനമാവർത്തിതു തമ പ്രമാദേ സഞ്ചയത്യുത. സത്വഗുണം ദേഹിയെ സുഖത്തിലും രജോ ഗുണം കർമ്മത്തിലും തമോ ഗുണം പ്രമാദത്തിലും നിദ്രയിലും ബന്ധിക്കും. ആദ്യം ചെയ്യേണ്ടത് ഈ ജീവാത്മാവിനെ ഈ ശരീരം കൊണ്ട് ബന്ധിച്ച് നിർത്തിയിരിക്കുന്നത് അതിനെ സ്വതന്ത്രമാക്കണമെങ്കിൽ ആദ്യം പ്രകൃതിയുടെ സ്വഭാവത്തോടൊപ്പം ജീവിക്കാൻ പറ്റും. ഇനി അത് യോജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം നേരെ വിരുദ്ധമായിരിക്കും. കാരണം പൂർവ്വജന്മ വാസന കർമ്മവാസന കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കൽ നടക്കില്ല. രാവിലെ എഴുന്നേക്കണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ സ്വഭാവം കൊണ്ട് ജന്മവാസന കൊണ്ട് പൊതുവേ മനുഷ്യന്റെ സ്വഭാവത്തിൽ തമോ ഗുണമായിരിക്കും രാവിലത്തെ സമയം കൂടുതലുള്ളത്. അപ്പം എത്രയൊക്കെ ശ്രമിച്ചാലും അലാറം വച്ചിട്ട് കിടന്നാലും അത് ഓഫ് ചെയ്തിട്ട് കിടക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും നമ്മളിലുള്ളത്. അത് നമ്മൾ കുറച്ച് വൈരാഗ്യ ബുദ്ധിയോട് തന്നെ കിടക്ക് വിട്ട് എഴുന്നേറ്റ് വരണം. എഴുന്നേറ്റ് വന്നാൽ ജലത്തെ ആശ്രയിച്ചാൽ മതി. അതിനുള്ള വസ്തുവും ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സത്വഗുണ പ്രഭാവത്തെ വർദ്ധിപ്പിക്കാനുള്ള വസ്തു ഭഗവാൻ നൽകിയിട്ടുണ്ട്. അപ്പൊ ജലത്തെ ആശ്രയിച്ചാൽ മതി. കയ്യും ഒക്കെ മുഖമൊക്കെ ഒന്ന് കഴുകുക. എന്നിട്ടും ഈ തമോ ഗുണം ഇല്ലെങ്കിൽ ഉറക്കച്ചടവ് മാറുന്നില്ലെങ്കിൽ തലയിൽ ഒരു കുടം വെള്ളം ഒഴിച്ചാൽ സാത്വിക പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ എപ്പോഴെപ്പോൾ നമുക്ക് സത്വഗുണം വർദ്ധിക്കേണ്ട സമയത്ത് നമ്മൾ തമോ ഗുണം വർദ്ധിക്കും. അപ്പോൾ അതുമായിട്ട് എപ്പോഴും യുദ്ധമായിരിക്കും. അപ്പൊ സാത്വിക ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ തമസിനെ ജയിക്കണം. ഇനി രജോ ഗുണം വർദ്ധിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ തമസ് ആക്രമിക്കും. അപ്പോഴും നമുക്ക് ആലസ്യവും അതിപ്പോ വേണ്ട, പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, ഇന്ന് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്ന സ്വഭാവമുണ്ട്. ഈ തമോ ഗുണത്തിന്റെ ആദ്യം കൊണ്ട് സംഭവിക്കുന്നത്. അവിടെയും ജാഗ്രത ആയിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കണം. അതിനും അറിവ് അധിഷ്ഠാനമാണ്. കാരണം സത്യഗുണത്താൽ കിട്ടുന്ന അറിവ് വേണ്ടത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ അതിൽ നിന്ന് സുഖം അനുഭവിക്കാം എന്നുള്ള ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്താൽ അതിന്റെ സുഖം നമുക്ക് അനുഭവിക്കാൻ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് ടെൻഷൻ, നമ്മൾ ഒരു വസ്തു തന്നെ എടുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തേടി നടന്ന് അലയേണ്ടി വരില്ല. അതേസമയം അപ്പൊ അതിന്റെ സുഖം അനുഭവിക്കാം. നമ്മൾ എടുക്കുന്ന സാധനം എടുത്തെടുത്ത് വെച്ചാൽ അതിന്റെ സ്ഥലത്ത് പോയാൽ കാണുമെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്താൽ അതിന്റെ സുഖം അനുഭവിക്കാൻ സാധിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ അതിന്റെ ഒരു സംതൃപ്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതൊക്കെയാണല്ലോ സുഖം. ഉറങ്ങുന്ന സമയത്താണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം, സുഷുപ്തി കിടന്നുറങ്ങാം, യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ. അപ്പൊ അതിന്റെ സുഖം അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ തമോ ഗുണത്തെ പോലും വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ അതിന്റെ സുഖം അനുഭവിക്കാൻ സാധിക്കും. ഇതാണ് അനായാസന ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ സ്വഭാവത്തിൽ സത്വരജ തമോ ഗുണങ്ങൾ എങ്ങനെയാണ് പ്രകടമാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഏത് ഗുണത്തിനാണ് നമ്മുടെ സ്വഭാവത്തിൽ ആധിക്യം കൂടുതലുള്ളതെന്ന് മനസ്സിലാക്കുക. നമുക്ക് തമോ ഗുണത്തെയും രജോ ഗുണത്തെയും യൂട്ടിലൈസ് ചെയ്യാൻ തക്കവണ്ണം സത്വഗുണത്തെ വർദ്ധിപ്പിച്ച് അതിൽ നിന്ന് അറിവ് നേടണം. എങ്കിൽ മാത്രമേ നമുക്ക് രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും നമുക്ക് സുഖം അനുഭവിക്കാൻ സാധിക്കും. ഈ തമോ ഗുണത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിച്ചാൽ അത് ജീവിക്കാൻ പറ്റുന്നതും അല്ല. അപ്പൊ ഈ 3 ഗുണങ്ങളെയും കണ്ടെത്തി 3നെയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം, വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. അതാത് ഗുണപ്രഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നെല്ലാം അവിദ്യാദി ദോഷങ്ങൾ ഉണ്ടാകാതെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ അതിൽ നിന്ന് യഥാർത്ഥ സുഖം അനുഭവിക്കാൻ സാധിക്കും. അതിൽ നിന്നെല്ലാം ഒരു അനുഭവജ്ഞാനം ലഭിക്കും. അപ്പൊ സാത്വികത തന്നെ വർദ്ധിക്കും. പിന്നെ ആഹാരവിഹാരത്തിലും ശ്രദ്ധിക്കണം, കർമ്മത്തിലും ശ്രദ്ധിക്കണം. അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. അതേപ്പറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ചിന്തിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോ ബ്രാഹ്മണേഭ്യോ ശുഭവന്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.